ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കുറച്ച് ചക്കപ്പഴമാണ്. അത് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ചെറിയ തരിയായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ കടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ മുഴുവനായിട്ട് അരയ്ക്കാത്തത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത അരിപ്പൊടിയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു വെള്ളമയം മാത്രം മതി. ഇനി ഞാൻ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയിൽ കുറച്ച് പഞ്ചസാരയും ചെറിയ ജീരകവും ഏലക്ക പൊടിച്ചും കൊണ്ടൊന്നും ചേർത്തിട്ടുണ്ട്. ചുക്കുപൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഒരു വാഴയിലേക്ക് ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. പരത്തുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ്ചറും കൂടെ വെച്ച് കൊടുത്തു. ഇനിയൊന്ന് കുമ്പിൾ പോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കയുടെ ബാലൻസിലേക്ക് ആ തേങ്ങയൊന്ന് ചേർത്ത് ചെറുതായിട്ട് 2 കുമ്പിൾ പോലെയൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അടയായിട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ആവി കയറി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക്, 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അട തയ്യാറായി കിട്ടുന്നതാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ അടയെല്ലാം ഒന്ന് തയ്യാറാക്കി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മളിതൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കാനും ആരും മറന്നുപോലെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.